ഓക്കെ, ഏകദേശം ഒരു 2 ആഴ്ച മുന്നേ ഞാൻ ഏത് ഐഫോണാണ് 2026 പർച്ചേസ് ചെയ്യേണ്ടതാണ് വീഡിയോ ഇട്ടിന്. അത് ഒരുപാട് ആൾക്കാർ കണ്ടു. എൻ്റെ അതിൽ കുറച്ച് കമൻസ് വന്നു. സാംസങ് എസ് സീരീസിൽ ഏത് ഫോൺ 2026 പർച്ചേസ് ചെയ്യണം എന്നുള്ള വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞു. ആൻഡ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ വീഡിയോ ആണ് ഇത്. ഇതിൽ സാംസങ് ഈ വീഡിയോയിൽ നമ്മൾ പറയും ഈ സാംസങ്ങിൻ്റെ ഈ എസ് സീരീസിൽ ഏത് ഫോൺസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്നുള്ളതും ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എന്നുള്ളതും പോസിറ്റീവ്സ് ആവട്ടെ നെഗറ്റീവ്സ് ആവട്ടെ ഇനിയിപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂവിൻ്റെ കാര്യങ്ങളാവട്ടെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഫുള്ള് കാണാതെ ഒരിക്കലും സാംസങ്ങിൻ്റെ എസ് സീരീസിലൊരു ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യരുത്. കാരണം ഏതാണ് ഏറ്റവും ബെറ്റർ ക്യാമറ പെർഫോമൻസ്, ഏതാണ് ഏറ്റവും കൂടുതൽ ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ളത്, ഏതാണ് ബെറ്റർ ഡിസ്പ്ലേ ഉള്ളത്, ഏറ്റവും ബെറ്റർ ബാറ്ററി ഉള്ളത് എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് ഞാൻ പറയുന്നു ഈ വീഡിയോ ഫുള്ള് കാണണം. കാരണം ചില റോങ് സാംസങ്ങിൻ്റെ എസ് സീരീസിലെ ഫോൺ 2026 പർച്ചേസ് ചെയ്യരുത്, കൊണ്ടുപോയി പൈസ കളയരുത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ 2026 നിങ്ങൾ ഒരിക്കലും പർച്ചേസ് ചെയ്യരുത്. ക്ലിയർ ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റുന്ന ഫോൺസ് എന്തൊക്കെ വെച്ചാൽ സാംസങ്ങിൻ്റെ S20, S21, S22 ഈ 3 സീരീസിലെ ഫോൺസ് 2026 നിങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കും. എന്തുകൊണ്ടും നല്ലത് അല്ല. കറക്റ്റ് റീസൺസ് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഈ ഫോൺസ് ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. ഈവനിപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പിലുള്ളത് വെച്ചാൽ S22 Ultra ആണ്. അതിന് തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ 7 ഇയേഴ്സ് അന്ന് പറഞ്ഞാൽ 4 ഇയേഴ്സ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഇപ്പോൾ ഈ 2026 S22 Ultraൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും തീരും. ഇപ്പോൾ നമ്മളൊരു 2026 ഒരു പുതിയ ഫോൺ വാങ്ങുന്ന സമയത്ത് ഈ കൊല്ലം തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തീരുന്ന ഒരു ഫോണല്ല നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ S22, S23 S21, S22, S20 ബേസ് വേരിയൻ്റെ ബാറ്ററി ഹെൽത്ത് പറഞ്ഞാൽ വളരെ ശോകം. പിന്നെ മൂന്നാമത്തെ സാംസങ്ങിൻ്റെ സ്ഥിരം പരിപാടിയായിട്ടില്ലേ ഫ്രീ സർപ്രൈസ് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഇഷ്ടം പോലെ ചറ പറയാനുണ്ട്. S20, S21, S22 ഇനി വിശ്വാസമില്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് എടുത്ത് നോക്കിക്കോ, റെഡിറ്റ് എടുത്ത് നോക്കിക്കോ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. S21, S22 ഭയങ്കര ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ട് ഈ 1 year പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം. മനസ്സിലായി. പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ പ്രൈസ് ഈ അത്ര പയക്കണമെങ്കിലും പ്രൈസ് എന്താ വെച്ചാൽ ഇപ്പോഴും S22 നല്ല പ്രൈസ് ഉണ്ട്. 25K 26K ഒക്കെ പ്രൈസ് വരുന്നുണ്ട്. ഇപ്പോൾ S26 Ultra ആണ് ഇതിൽ ഏറ്റവും ബെറ്റർ ഉള്ളത്. ഈവൻ അതിന് പോലും 40K 50K അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. മനസ്സിലായല്ലോ, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. S22 വരെയുള്ള ഫോൺസ് അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് S23 സീരീസ്. S23 സീരീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല ഫോണാണ് S23. നല്ല ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 1 പ്രോസർ ഉണ്ട്. നല്ല ക്യാമറ പെർഫോമൻസ് ഒക്കെ ഉണ്ട് S23 സത്യം പറഞ്ഞാൽ. പക്ഷേ ഇവിടെ എൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ സംഭവിച്ചൊരു മിസ്റ്റേക്ക് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇവിടെ S23 വേഴ്സസ് iPhone 14 ആണ് വീഡിയോ. ആ കാര്യത്തിൽ ഞാൻ എന്തൊരു പൊട്ടത്തിലാണ് കാണിച്ചല്ലോ മനസ്സിലുള്ള. S23 ഗ്രീൻ ലൈൻ ഇഷ്യൂ ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ആൻഡ് അതിന് ശേഷം കമൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇൻ്റർനെറ്റും റെഡിറ്റൊക്കെ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി S23 ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒരു മേജർ ഇഷ്യൂ ആണെന്നുള്ളത്. നല്ല ഫോണായിരുന്നു, സാംസങ് കൊണ്ടുപോയി നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഞാനിതൊരാൾക്ക് സജസ്റ്റ് ചെയ്യും. എനിക്ക് പേടിയാണ് ഒരാൾക്ക് ഇപ്പോൾ S23 സീരീസിലൊരു ഫോൺ സജസ്റ്റ് ചെയ്യാൻ. കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരിക. ഓക്കെ, ഇനി നമുക്ക് സാംസങ്ങിൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്ന് പറഞ്ഞ സംഭവത്തിനെ നമുക്ക് ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഏകദേശം സാംസങ്ങിൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ S23 പർച്ചേസ് ചെയ്തു. നിങ്ങൾ പർച്ചേസ് ചെയ്ത ആ ഡേറ്റാണ് Day 1. സാംസങ്ങിൻ്റെ എസ് സീരീസിൽ ഏത് ഫോൺ പർച്ചേസ് ചെയ്തുക ആ ദിവസമാണ് Day 1. അത് തൊട്ടില്ല 3 വർഷം വരെ ഓലെ ഗ്രീൻ ലൈൻ ഇഷ്യൂ 1 time റിപ്ലേസ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോണം, 1 time റിപ്ലേസ്മെൻ്റ് അല്ലത്. അതായത് ആ 3 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഓലെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ കൊണ്ടു കൊടുത്താൽ നിങ്ങൾക്ക് 1 time ആയിട്ട് ഒരു നന്നായി തരും. അതും ആ ടൈമിൽ ആ 3 yearsനുള്ളിൽ നിങ്ങളെ ഫോൺസിന് കുറേ ചെറിയ ഡെൻറ്റോ അല്ലെങ്കിൽ കുറേ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വാട്ടർ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പറ്റില്ല. സ്ക്രാച്ചസും ഡെൻറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരത് റിജക്റ്റ് ചെയ്യും. സത്യത്തിൽ പറയാലോ, ഇവിടെ ഞാൻ അങ്ങനെ ആലോചിക്കും. ഇത് പിന്നെ നിങ്ങൾ 3 കൊല്ലത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. S23 നിങ്ങൾ പർച്ചേസ് ചെയ്ത ഡേറ്റിൽ നിന്ന് 3 വർഷത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോകുന്നു 3 വർഷം കഴിഞ്ഞ് S23 ആ സർവീസ് സെൻറ്റർ ഗ്രീൻ ലൈൻ വന്നു, ഫ്രീ റിപ്ലേസ്മെൻറ്റ് ഇല്ല അപ്പോൾ പറയും നിങ്ങളുടെ ഒറിജിനൽ ബില്ല് എടുക്കുന്നു പറയും. അതാണ് ആദ്യം പറയാം സർവീസ് സെൻറ്റർ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാംസങ്ങിൻ്റെ എസ് സീരീസിൽ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ ബില്ല് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി യൂസറൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോ, ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ കേസ് ഉണ്ടായത് തന്നെ നിങ്ങൾ എപ്പോഴും ഓല കയ്യിൽ നിന്ന് ആ യൂസർ വാങ്ങുന്ന ആൾക്കാരുടെ ഒറിജിനൽ ബില്ല് വാങ്ങണം. ആ ദിവസം മുതലല്ലേ 3 വർഷം മുതലേ ഒരു കണക്കാക്കുള്ളൂ. നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ ഒരു 3 വർഷം 3 മാസം വിചാരിക്കുക. അപ്പോൾ പറയേ എന്നാൽ പോയി മൂഞ്ചിക്കോ, റിപ്ലേസ്മെൻ്റ് ഇല്ല, 3 വർഷം വരെയാണ് ഉള്ളത്. സത്യത്തിൽ പറയാലോ, ഇത് സത്യം പറഞ്ഞാൽ ആ കൺസ്യൂമറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്കാണ്, ഒരിക്കലും അല്ല.
സാംസങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു തെണ്ടിത്തരാണിത്. ഞാൻ പറയട്ടെ, അവിടെ അതർ ഹാൻഡിൽ OnePlus ഉണ്ട്. എന്തോ അടിപൊളിയായിട്ടാണ് ചെയ്തില്ല. OnePlusൻ്റെ ഡിവൈസിൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ പോളിസി എന്താണോ, OnePlusൻ്റെ ഏത് ഡിവൈസും, അത് OnePlus 8 പോലത്തെ അത്രയും ഓൾഡ് ഡിവൈസിന് വരെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നാൽ ലൈഫ് ടൈം റിപ്ലേസ്മെൻറ്റ്. അതായത് ഇപ്പോൾ നിങ്ങൾ S സീരീസ് എടുത്തകാണ്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ 1 ടൈം പോലും നിങ്ങൾക്ക് റിപ്ലേസ് ചെയ്ത് തരും. എൻ്റെ രണ്ടാമത്തെ വട്ടവും നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നതിൽ ആ 3 ഇയറിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും ഒരു നിങ്ങൾക്ക് റിപ്ലേസ് ചെയ്തില്ല. എന്ത് പരിപാടിയാണ് സാംസങ് ഇത്? ഇതിപ്പോൾ ഞാൻ സത്യം പറയല്ല, OnePlus എന്ന് ആലോചിച്ച് നിങ്ങൾ ലൈഫ് ടൈം റിപ്ലേസ്മെൻറ്റ്. അത് എത്ര ഓൾഡ് ഡിവൈസ് ആവട്ടെ അതിന് ലൈഫ് ടൈം മറ്റേ എന്തൊരു സ്ക്രീൻ റിപ്ലേസ്മെൻറ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ആ ഒരു കമ്പനി ഓരോ കൺസ്യൂമേഴ്സിന് കൊടുത്തൊരു റെസ്പെക്റ്റ്, കൊടുത്തൊരു വില. അതായത് അത് OnePlus എന്ന് പറഞ്ഞ ബ്രാൻഡ് മനസ്സിലാക്കി അത് ഞങ്ങളെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്, ആ ഒരു യൂസർ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്ക് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ OnePlus എന്ന് പറഞ്ഞ ബ്രാൻഡ് ശരിക്കും റെസ്പെക്റ്റ് അങ്ങ് അർഹിക്കണം. ബാക്കിയുള്ള എല്ലാ ബ്രാൻഡ്സിനും എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഞാൻ ഇത് സാംസങ്ങിനോട് മാത്രമല്ല, സാംസങ് ആവട്ടെ, ആപ്പിൾ ആവട്ടെ, ഗൂഗിൾ പിക്സൽ ആവട്ടെ, ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? സർവീസ് സെൻറ്റർ അപ്പോൾ OnePlusൻ്റെ ഫോൺസ് നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഓരോ സർവീസ് സെൻറ്റർ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ അത് മാറ്റിത്തരും. ഇവിടെ അത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സത്യത്തിൽ പറയാലോ, സാംസങ് ഇതെന്നൊക്കെ പറഞ്ഞാൽ സാംസങ് പോലത്തെ ബ്രാൻഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്. സാംസങ് ആപ്പിൾ പോലത്തെ ബ്രാൻഡ്സ് ഉണ്ടെന്നൊന്നും. ആപ്പിളിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാറണ്ടി കഴിഞ്ഞാൽ തീർന്നു. അത് വാറണ്ടിൻ്റെ ഉള്ളിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ, ഗ്രീൻ ലൈൻ ഇഷ്യൂ ഇപ്പോൾ ഇത്രയും ഉണ്ടായിട്ട് അത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതൊരു യൂസറിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അല്ലത്. ഇത് ഓല് തരുന്ന ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നത്. നമ്മളെ കയ്യിൽ നിന്ന് വീട്ടിലുള്ള പ്രശ്നമല്ല വരുന്നത്. അപ്പോൾ അത് ഓലെ മിസ്റ്റേക്ക്, ആ കമ്പനീൻ്റെ മിസ്റ്റേക്കാണ്, ആ യൂസറിൻ്റെ മിസ്റ്റേക്ക് അല്ലത്. സ്റ്റിൽ ഓല് നമ്മളോട് പേ ചെയ്യിപ്പിച്ചു. ആൻഡ് സാംസങ്ങിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേക്ക് വരുന്ന ക്യാഷ് 15,000 റുപ്യ ഒരു സാംസങ്ങിൻ്റെ ഡിസ്പ്ലേക്ക്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ സത്യം പറയുന്നത് 120 ഹെർട്സിൻ്റെ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ അടിപൊളി ക്വാളിറ്റിയാണ്. AMOLED ഡിസ്പ്ലേ അടിപൊളി ക്വാളിറ്റിയാണ്. and അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് ഓൽക്ക് തന്നെ അറിയാം. അപ്പോൾ ഓല ഇത് നൈസ് വലിഞ്ഞിക്കുക, നൈസിൽ ഞങ്ങളിതൊന്നും അറിയില്ല എന്നുള്ള രൂപത്തിൽ മറ്റോടത്തെ പരിപാടി പോയി സാംസങ് സത്യത്തിൽ. ഇവിടെ OnePlus അങ്ങനെ ചെയ്യും, OnePlusൻ്റെ കണ്ട് പഠിക്ക്, അത്ര എനിക്ക് പറയാനുള്ള ഈ കാര്യത്തിൽ. അവരങ്ങനെ റീപ്ലേസ്മെൻറ്റ് തരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂവിൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്നാൽ ഒറിജിനൽ ബില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെല്ലുക. അതിന് അവിടുത്തെ സർവീസ് കോസ്റ്റ് ചോദിക്കും, 500-600 സർവീസ് കോസ്റ്റ് ചോദിക്കും. ഈ 3 years പീരീഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിന് ഡെൻറ്റും സ്ക്രാച്ച് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1 time ആയിട്ട് നിങ്ങൾക്ക് റിപ്ലേസ്മെൻറ്റ് തരും. അത് കഴിഞ്ഞാൽ ഹദാഹുവ. അതാണ് സാംസങ്ങിൻ്റെ S സീരീസിൻ്റെ ഗ്രീൻ ലൈനിൻ്റെ കേസ്. മനസ്സിലായല്ലോ? നോക്കുമ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ S23 സീരീസിൻ്റെ S23 പ്ലസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ആൻഡ് S23 അൾട്രൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. S23ൻ്റെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കേസ് പേഴ്സണലി പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഗ്രീൻ ലൈൻ വരുന്നതുകൊണ്ട് S23 നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. ശരിയാണ്, അന്ന് ഞാൻ S23 വെച്ച് iPhone 14 കമ്പയർ ചെയ്തപ്പോൾ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഉള്ളതും S23ലാണ്. C-type ചാർജിങ് ഉള്ളതും S23ലാണ്. ഈ അവിടെ 20 watt ചാർജിങ് സ്പീഡ് ഉണ്ട്, ഇവിടെ 25 watt ചാർജിങ് സ്പീഡ് ഉണ്ട്. ബെറ്റർ ബാറ്ററി, ബെറ്റർ ഡിസ്പ്ലേ കാർഡാണ് ഞാൻ എന്ന് പറഞ്ഞത്. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ കേസ് ഇവിടെ ഉണ്ട് S23ൻ്റെ കേസിൽ. ആൻഡ് S23 സീരീസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യും. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാനും ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാറ്റ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ശരിയാണ്. S23 ഇപ്പോൾ ചില ആൾക്കാരുടെ ഇതിൽ വീഡിയോ തന്നെ കമൻറ്റ് ചെയ്യും, ഞാൻ S23 ആണ് യൂസ് ചെയ്യണം, എനിക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഇല്ലല്ലോ എന്ന് ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും. ശരിയാണ്, ഇപ്പോൾ ലക്കുള്ള ആൾക്കാർക്ക് ചിലർക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഒരു 100 ആൾ പർച്ചേസ് ചെയ്താൽ അതിൽ 20 ആൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമുക്കത് സേഫായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ തോന്നും. അതിൻ്റെ അത് 3 year അണ്ടർ 3 yearൻ്റെ ആ ഒരു ടൈം ലൈനിലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറ്റാനുള്ള 15,000-20,000 റുപ്യ കൊടുക്കേണ്ടി വരും. ഇതാണ് അവിടുത്തെ കേസ്. സാംസങ്ങിൻ്റെ ഞാൻ ഒരിക്കലും സാംസങ്ങിൻ്റെ ബ്രാൻഡിനെ കവർ ചെയ്യാനൊന്നും നോക്കില്ല. ഒരുത്തം പറയുകയാണെങ്കിൽ ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത്, എടാ ഈ 3000 സബ്സ്ക്രൈബേഴ്സിലെ ആൾക്കൊന്നും പെയ്ഡ് പ്രൊമോഷൻ ഒന്നും കിട്ടില്ല. ഓക്കെ, സാംസങ്ങിനെ ഇവിടെ ആരും ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ചെയ്യണില്ല. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് S24 സീരീസ്. S24ൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫോണാണ്, നല്ലൊരു കോമ്പാക്ട് സൈസിലെ ഫോണാണ്. എന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 3ൻ്റെ പ്രൊസസ്സർ ഉണ്ട്. 8GB 128GB ആണ് സ്റ്റാർട്ടിങ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലുള്ളത് ആർമർ അലൂമിനിയാണ് കൊടുത്തുള്ളത്. എൻ്റെ ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തുള്ള ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ്. നല്ല ഡ്യൂറബിൾ ആണ്, യാതൊരു കുഴപ്പമില്ല. ആൻഡ് ഇതിലുള്ള പ്രൊസറിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. ആൻഡ് ഇതിൻ്റെ തന്നെ എക്സിനോസിൻ്റെ വേരിയൻ്റ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് S24 പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശരിക്കും നോക്കും, ടൈം എടുത്തുണ്ട് ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ നോക്ക്, അല്ലെങ്കിൽ എൻ്റെ ലിങ്ക് പോയി കയറിയത്. കാരണം സ്നാപ്ഡ്രാഗണിലുള്ള വേരിയൻ്റാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ എക്സിനോസ് വേരിയൻറ്റ് വലിയ പോരായ്മ ഉണ്ടെന്നും മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ വെൻ വി കമ്പയർ വിത്ത് സ്നാപ്ഡ്രാഗൺ
സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സർ പറഞ്ഞാൽ TSMCൻ്റെ ആണ്. എക്സിനോസിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സാംസങ്ങിൻ്റെ ബിൽഡ് ചെയ്യണം. അപ്പോൾ TSMC എന്ന് പറഞ്ഞാൽ ഈ പ്രൊസസ്സർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ എക്സിനോസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹീറ്റിംഗ് ആവട്ടെ, ബാറ്ററി മാനേജ് ചെയ്യണമാവട്ടെ, ഗെയിമിംഗ് പെർഫോമൻസ് ആവട്ടെ, ക്യാമറ പെർഫോമൻസ് ആവട്ടെ, ഇതിലൊക്കെ എക്സിനോസിനെക്കാളും സ്ലൈറ്റ്ലി ബെറ്ററാണ് സ്നാപ്ഡ്രാഗൺ. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ ഉണ്ടായിരിക്കെ നമ്മൾ എന്തിനാ എക്സിനോസ് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എക്സിനോസ് അത്ര മോശമൊന്നുമല്ല, ബട്ട് സ്നാപ്ഡ്രാഗണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും സ്നാപ്ഡ്രാഗണിൻ്റെ അത്രയും ബെറ്റർ അല്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ S24 ഡിസ്പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. 6.2 ഇഞ്ചിൻ്റെ 120 ഹെഡ്സ് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 2600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. അത് ഔട്ട്ഡോർസിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതൊരു കോമ്പാക്ട് സൈസിലുള്ള കിട്ടില്ല ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എനിക്ക് നല്ല പെർഫോമൻസ് വരും. അതിൻ്റെ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് ക്യാമറ നിങ്ങൾക്ക് അറിയാലോ, സാംസങ് S സീരീസിൽ ഓല് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഉള്ള ക്യാമറ ഏതാണെന്നുള്ളത് ഒരു ത്രീ ക്യാമറ സെറ്റപ്പ് പോലെ വരാമല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ലൈനായിട്ടുള്ള 3. അപ്പോൾ ഒന്ന് അതിൽ വരുന്നത് ഓല 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും, രണ്ടാമതായിട്ട് അതിൻ്റെ അടിയിൽ വരുന്നത് അൾട്രാ വൈഡിൻ്റെ 12 മെഗാ പിക്സലിൻ്റെ, പിന്നെ ഒരു 10 MB ടെലഫോട്ടോയും 3x ഒപ്റ്റിക്കൽ സൂമൊക്കെ വരുന്നത്. ഇവരുടെ ഫോട്ടോസ്, സാംസങ്ങിൻ്റെ ഫോട്ടോസിൻ്റെ കാശ് എടുക്കുമ്പോൾ ഇപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് ഫോട്ടോസിൻ്റെ കാര്യം വരുമ്പോൾ ഐഫോൺസിലെ ഫോട്ടോസിനെക്കാളും എനിക്ക് കുറച്ചും പാടെ സാംസങ്ങിൻ്റെ ഫോട്ടോസാണ്. സാംസങ്ങിലെ AI കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഓരോ ഫോട്ടോസിന് ചെറിയ എൻഹാൻസ്മെൻ്റ് ഉണ്ട്, കളറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു നിൽക്കും. അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് സാംസങ്ങിൻ്റെ ഫോട്ടോസാണ് ഇഷ്ടം. അതിൻ്റെ വീഡിയോ ക്വാളിറ്റി നോക്കുന്ന സമയത്ത് S24 8K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 8K നിങ്ങൾ എത്ര ആൾക്കാർ വീഡിയോ റെക്കോർഡ് ചെയ്ത് എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഭയങ്കര കാരം 8K വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ തന്നെ. പിന്നെ ഇനി പറയാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഇത് അത്രയും ശരിക്ക് സീരിയസ് ആയിട്ട് കേട്ടോ. നിങ്ങൾ 2026 ഒരു ഫോൺ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സാംസങ് എന്നല്ല ഏത് ഫോണാവട്ടെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ആ ഫോണിൽ 256 GB സ്റ്റോറേജ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഞാൻ അങ്ങനെ പറയാനാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞു പോണ എല്ലാ ഡിവൈസിൻ്റെയും പ്രൈസ് പറഞ്ഞു പോണ ടൈമിൽ തന്നെ ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസ് ആഡ് ചെയ്തിട്ടുള്ളത് 256 GB 128 GB പ്രൈസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യില്ല. കാരണം ഈ 128 GB എറ കഴിഞ്ഞു പോയി. ഈ 2026 നിങ്ങൾ 128 GB സ്റ്റോറേജ് വരുന്ന ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യും. നിങ്ങൾക്ക് 10 സിനിമയും കയറ്റണം, പബ്ജിയും ഫ്രീ ഫയറും കളിക്കണം, അങ്ങോട്ട് 128 GB സ്റ്റോറേജ് നടക്കില്ല. ഇതിപ്പോൾ എന്താ പറയുക, നിങ്ങളിപ്പോൾ അവസാനം ഇതിപ്പോൾ ഓൾറെഡി ഫോണിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ആപ്സ് തന്നെ ഒരു 30-40 GB അടുത്ത് വരും, ബാക്കിയുള്ളത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വെച്ചാൽ ഒരു 2026 ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ 256 GB 512 GB ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ 256 GB എടുക്കാം. ഓക്കെ, 256 GB മിനിമം നിങ്ങളെ ഫോണിന് സ്റ്റോറേജ് ഉണ്ടായിരിക്കണം. 128 GB വേരിയൻ്റ് ഒരു 4K 3K 4K കുറവായിക്കാരം അതിനെ സംബന്ധിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നും വെച്ച് നിങ്ങൾ അത് എടുക്കരുത്, കാരണം നിങ്ങൾ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസും വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ട രൂപത്തിൽ കാര്യങ്ങൾ പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 256 GB മിനിമം എടുക്കണേ. വെറുതെ കടന്ന് നല്ല സ്ട്രഗിൾ ചെയ്യും നിങ്ങൾ സ്റ്റോറേജ്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ടെൻഷനേക്കാരം എപ്പോഴും ഇത് തീർന്നതില്ലേ. അതുകൊണ്ട് ഒഴിവാക്കി 256 എന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ 256 GB എടുക്കുക. പിന്നെ S24 7 ഇയേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട് S24. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 7 ഇയേഴ്സ് കൊടുക്കാറുമ്പോൾ 2031-32 വരെയൊക്കെ ഉണ്ട് അതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 2030 സംതിങ് വരെ. ഞാൻ പറയുമ്പോൾ 7 കൊല്ലം S24 ഒരാൾ യൂസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഒരു 5 ഇയേഴ്സൊക്കെ ഇത് കംഫർട്ടബിളി പോകും. അതിൻ്റെ 7 ഇയേഴ്സ് ഉണ്ടാവണം അത്രയും നല്ലത്. ആ ഫോൺ അത്രയും നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് തരും. അപ്പോൾ എന്താ വെച്ചാൽ 8 Gen 3 നല്ല പെർഫോമൻസ് തരും. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ലോങ് ടേമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ അക്സെപ്റ്റബിൾ ആണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4000 mAh ബാറ്ററി ഉള്ളത്. വേറെ കാര്യം എടുക്കണമെന്നില്ല, ഇത് 120 Hz 6.2 AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ എന്താ വെച്ചാൽ 4000 mAh ബാറ്ററി എന്ന സ്റ്റാൻഡേർഡാണ്. ഇവിടെ ഉള്ള നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ 25 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ ഉള്ളൂ. ഞാൻ അങ്ങനെ ആലോചിക്കുക, 2026 25 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് പോരാ. മിനിമം ഒരു 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങെങ്കിലും ഇവിടെ കൊടുക്കാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒപ്പീനിയനാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ ഫ്ലിപ്കാർട്ട് ആമസോണിൽ വരുന്നത് S24 54K ആണ് ആമസോണിൽ വരുന്നത്. 54K ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോൺ അത്. ആൻഡ് ഇത് ഞാൻ പറഞ്ഞു ഇതിൽ S24 സ്റ്റാർട്ടിംഗ് വേണ്ടി 8 GB 128 ആണ്. അത് അവോയ്ഡ് ചെയ്യുക, എന്നിട്ട് 8 GB 256 GB എടുക്കുക മിനിമം. ഓക്കെ, 54K ആണ് എൻ്റെ പ്രൈസ് വരുന്നത്. 54K അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണാണ്. എനിവേ, പിന്നെ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് പറയുന്നുണ്ടെങ്കിൽ ഗംഭീരതൊന്നും പറയല്ല. പക്ഷേ ഒരു 1 ഡേ നിങ്ങൾക്ക് നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഡേ ബാറ്ററി ഹെൽത്ത് കിട്ടും. ആൻഡ് ഇപ്പോൾ നിങ്ങളൊരു ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വട്ടം കുത്തിക്കേണ്ടി വരും. ബട്ട് ഇനി ഇവിടെ അടുത്ത് വരുന്ന ചോദ്യമാണ് ഇതിൻ്റെ S24 സീരീസിൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂ. S24 സീരീസിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ റെയറാണ്. ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഇൻ്റർനെറ്റ് കണ്ടിട്ട് വളരെ റെയർ കേസാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ. S23 സീരീസിന് അത്ര ഇല്ല. ബട്ട് എനിക്കിവിടെ പറയാനില്ലെന്ന് വെച്ചാൽ
ഇനിയിപ്പോൾ ഫ്യൂച്ചറിലെങ്ങാനും ഇവന്മാരൊരു ഗ്രീൻ ലൈൻ അടിച്ചു തന്നാൽ നമ്മൾ എന്ത് ചെയ്യറേ? സാംസങ് പോലത്തെ ഒരു ബ്രാൻഡിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഭയങ്കര ഭയങ്കര ഫ്രസ്ട്രേഷൻ ആവും ഇത് പറയുമ്പോൾ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുക. സാംസങ് പോലത്തെ ഒരു ടോപ്പിന് വെച്ച ബ്രാൻഡ്, അത് എസ് സീരീസിൽ, അതുപോലെ നമ്മൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പോലെ ഫോൺസ് വാങ്ങുന്ന സമയത്ത് ഇത്ര ട്രസ്റ്റ് ഇല്ലാത്ത പരിപാടി സത്യം പറഞ്ഞാൽ മറ്റുള്ള പരിപാടിയായി പോയി. എൻ്റെ ഇപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഇപ്പോൾ കറൻറ്റ്ലി S24 ഇല്ല, ശരിയാ. ബട്ട് ഇനി ഫ്യൂച്ചറിൽ വരുമെന്ന് എനിക്കറിയില്ല. കറൻറ്റ്ലി S24 ഗ്രീൻ ലൈൻ ഇഷ്യൂ അങ്ങനെ എടുത്തു പറയാൻ മാത്രം അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. എൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ആ 3 years ഓഫ് ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് 1 time നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. കാരണം ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഇതുമ്പാടെ അടുത്ത് പറയണം. കാരണം ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ഒരാൾ ഇത് എടുക്കാൻ. ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ റിസ്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതർവൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നല്ല ഫോണാണ്. എൻ്റെ അടുത്ത് വരുന്ന ഒരു വേരിയൻ്റാണ് S24+. കിട്ടില്ല ഫോൺ, സത്യത്തിൽ പറയാലോ. S24+ൻ്റെ കാര്യം വെച്ചാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉള്ളത്, 120 Hz. ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, അതായത് അവിടെ ഉള്ളത് 6.2 ഇഞ്ച്, ഇവിടെ ഉള്ളത് 6.7 ഇഞ്ച്, അതായത് ബിഗ്ഗർ ഡിസ്പ്ലേ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അവിടെ S24 അതും പാടെ അവർക്ക് കൊടുക്കായിരുന്നു. പക്ഷേ S24+ ഒരു 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റ്. 4900 mAh ബാറ്ററിയാണ്, അവിടെ 4000 mAh ബാറ്ററിയാണ്. ബാറ്ററി ഹെൽത്തും ബെറ്റർ ആയി കാരണം. പിന്നെ S24+ സ്റ്റാർട്ടിങ് വേരിയൻ്റിലുള്ളത് 12 GB റാമും 256 GB സ്റ്റോറേജാണ്. അത് 2026 കിട്ടില്ല. സത്യം പറയാലോ, 12 GB റാം ഒരു ഫോൺ ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ ഈ സാംസങ് പോലെ ഈ ഒരു S24 പോലും 12 GB റാം കൊടുക്കാൻ വെച്ചാൽ ഓരോ ഫോൺസിലെ AI കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഗാലക്സി AI ഒക്കെ കിട്ടിലാണ്. സർക്കിൾ ടു സെർച്ച് ആവട്ടെ, ഇമേജിലെ സാധനങ്ങൾ കളയാനാവട്ടെ, സാംസങ്ങിൻ്റെ AI എന്ന് പറഞ്ഞാൽ കിട്ടിലാണ്. ആപ്പിൾ ഇൻ്റലിജൻസ് വെറും ഒരു കോമഡി സാധനമാണ് ആപ്പിൾ ഇൻ്റലിജൻസ് പറഞ്ഞാൽ. ഒരു ഫീച്ചേഴ്സും ഇല്ല. എന്തൊക്കെയാണ് ഇങ്ങോട്ട് 15 Proൻ്റെ മേലക്കിൽ ഇതിന് എഴുതുള്ളൂ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാലക്സി AI S24+ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. 12 GB റാം ഉണ്ടായിട്ട് ഇതിൻ്റെ AI കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയിക്കോളും. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പറഞ്ഞാൽ 60K ആണ് ഇതിൻ്റെ ഫ്രഷിന് വരുന്നത്, ഏത് S24+ൻ്റെ. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം വെച്ചാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇനി സ്റ്റോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 60K നിങ്ങൾക്ക് ഈ 256 GB 12 GB വരണ സ്റ്റാർട്ടിംഗ് വരുന്ന അതുണ്ട്. ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ്. 60K ഒക്കെ ഈ ഫോൺ അടിപൊളിയാണ്. കാരണം അതിൽ 8 Gen 3 ഉണ്ട്, നല്ല പെർഫോമൻസും ആയിരിക്കും. പിന്നെ ഗ്രീൻ ലൈൻ ആണ് ആകപ്പാടുള്ളൊരു പ്രശ്നം. അത് ഫ്യൂച്ചറിൽ വരുമോ ഇല്ലെന്നില്ല നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ വളരെ റയർ കേസുകളിലെ S24+ലേക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ S24+ എടുക്കുമ്പോൾ ഇത്ര തന്നെ പറയാനുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് സൈസിലെ ഫോണാണെന്നുണ്ടെങ്കിൽ S24 എടുത്തോ. പക്ഷേ അതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ അതിൽ സ്റ്റാർട്ടിംഗ് വേണ്ടി 8 GB 128 ആണ്, അത് അവോയ്ഡ് ചെയ്യേണ്ടി വരും. പിന്നെ എന്താ വെച്ചാൽ അതിൽ 4000 mAh ബാറ്ററി ഉള്ളത്. പിന്നെ ഇവിടെ നിന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജിലാണ് കുറേ ഉള്ളത്. സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിന് 12 GB 256 GB ഉണ്ട്, അത് നല്ല പവർഫുള്ളാണ്. 4900 mAh ബാറ്ററി ഉണ്ടാകുമ്പോൾ വെച്ചാൽ കുറച്ചും കൂടെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. കുറച്ചും കൂടെ വലിയ ഡിസ്പ്ലേ ആണ്. ഇവിടെ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. സൈഡിലുള്ളത് ആർമർ അലൂമിനിയത്തിൻ്റെ ബിൽഡാണ്. പിന്നെ സൈഡും ബ്ലാക്കിലുള്ളത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ്റ്റും ആണ്. ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതിൻ്റെ ഒരു ബിഗ്ഗർ വേർഷൻ അത്രേ ഉള്ളൂ. ഞാൻ ഒരു ഗെയിമേഴ്സിനും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും എഡിറ്റേഴ്സ് പോലെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് S24+ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് നല്ല ബാറ്ററി ഹെൽത്തും കിട്ടും. ബിഗർ ഡിസ്പ്ലേ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ സുഖീകാരം. ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓൾക്ക് കൊണ്ടേ പറഞ്ഞാൽ 60K കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സെയിൽ ടൈമിലൊക്കെ ഇനി പ്രൈസ് വരാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് എടുക്കാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് വരുന്ന ഫോണാണ് S24 Ultra. S24 Ultra നല്ല ഫോണാണ്, അതെനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമാണ്. പക്ഷേ ഇത് അവോയ്ഡ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസിങ് ആണ്. ഇപ്പോൾ നിങ്ങൾ S24 പ്രൈസ് പറഞ്ഞത് S24+ൻ്റെ പ്രൈസ് വരെ പറഞ്ഞത് 60K. ബട്ട് S24 Ultraൻ്റെ പ്രൈസ് ഇപ്പോഴും വരുന്നത് 90K+ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഫ്ലിപ്കാർട്ടിലൊക്കെ ഫ്രഷ് വരുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇത് അവോയ്ഡ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇതിന് മുന്നിലെ അടുത്ത് വരാൻ പോണ S25 Ultra ആണ്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഒന്നാമത് ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ശരിയാണ്, ഇപ്പോൾ S25 Ultra എടുക്കുമ്പോൾ നിങ്ങൾക്ക് അൾട്രൻ്റെ ഡിസൈൻ ചിലർക്ക് ഭയങ്കര ഇഷ്ടകരം. അൾട്ര ഒരിക്കലും ഒരു കോമ്പാക്ട് സൈസ് ഫോണല്ല. 6.9 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. വലിയ ഡിസ്പ്ലേ, അതായത് നല്ല സൈസ് ഒരു ഫോൺ, അത്യാവശ്യം നല്ല ഹെവിയാണ്. പിന്നെ S23 Ultra പോലെ ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ കർവ്ഡ് ഡിസ്പ്ലേ അല്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഡിസൈനും ബിൽഡ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ടൈറ്റാനിയം ബിൽഡാണ് സൈഡിലുള്ളത്. ഫ്രണ്ടും ബാക്കിലുള്ളത് ആൻറ്റി ഗ്ലെയർ മറ്റേ ആ പ്രൊട്ടക്ഷൻ അടുത്തുള്ള അടിപൊളിയാണ്. ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരു പ്രശ്നമല്ല. 7 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. ഇവിടെ S24+ൽ 4900 mAh ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിലുള്ളത്. പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ ഇതിൻ്റെ ക്യാമറ വെക്കണമെന്ന് നിങ്ങൾക്കറിയാലോ, മെയിൻ ലെൻസ് പറഞ്ഞാൽ 200 MP ആണ്. അപ്പോൾ ഫോട്ടോ എടുക്കാനാവട്ടെ വീഡിയോ എടുക്കാനാവട്ടെ
S24 S24+നെക്കാളും ഡീറ്റെയിലിങ്ങും ക്വാളിറ്റിയും കൂടും, അത് സത്യമാണ്. കാരണം മെയിൻ ലെൻസ് വരുന്നത് 200 മെഗാ പിക്സലാണ്. പിന്നെ ഇതിൽ 10 മെഗാ പിക്സലിൻ്റെ ടെലഫോട്ടോയും 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും പിന്നെ 100x സൂമൊക്കെ വരുന്നല്ലേ, അത് ഈ S24 അൾട്രയിലാണ്. ഇതിൻ്റെ S Penന് ബ്ലൂടൂത്ത് വരുന്നുണ്ട്. കാരണം ഇതിന് ലാസ്റ്റായിട്ട് S Penല് ബ്ലൂടൂത്ത് തന്നിട്ടുണ്ട്. S25 അൾട്രയിൽ ഒരു ബ്ലൂടൂത്ത് S Penല് എടുത്ത് കളഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അതായത് ഇതിന് അധികം യൂസേഴ്സ് ഇല്ല. ബ്ലൂടൂത്ത് എന്ന് വെച്ചാൽ S Pen അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇവിടെ യൂസ്ഡ് S25 അൾട്രൊക്കെ വരുന്നുണ്ട്, കാഷിഫൈലൊക്കെ 67K ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അഥവാ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നാലും ചിലപ്പോൾ നമുക്ക് ഒറിജിനൽ ബില്ല് കിട്ടാതിരിക്കുന്ന സാഹചര്യമൊക്കെ വന്നാലും നമുക്ക് റിപ്ലേസ്മെൻറ്റ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. S24 അൾട്രൊക്കെ ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. കാരണം ഒടുക്കത്തെ പ്രൈസ് കാരണം ജട്ടി കയറും, ശരിക്കും ചെട്ടി കയറും. അപ്പോൾ വെച്ചാൽ S24 അൾട്ര ഇപ്പോൾ നല്ല എക്സ്പെൻസീവായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഒരു S24+ 60K ഒക്കെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ രണ്ടിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇത്തിരി എക്സ്പെൻസീവായിട്ട് ഇത് വാങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ പ്രൈസ് ആണല്ലോ, ഇപ്പോൾ ആമസോണിലൊക്കെ 90K സംതിങ് ഒക്കെ വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ 7 years ഒക്കെ ഉണ്ട്. ഈ ഫോണൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 6 to 7 years ഒക്കെ കംഫർട്ടബിളി യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓക്കെയാണ്. ക്യാമറ പെർഫോമൻസ്, വീഡിയോ പെർഫോമൻസ് ഒന്നും എനിക്ക് കുറ്റം പറയാനില്ല. ബട്ട് ഇത്രയും എക്സ്പെൻസീവാണ്. പിന്നെ S25 അൾട്ര ഇതിൻ്റെ അതേ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കാറ്റഗറി പോകുമ്പോൾ S25 സീരീസിലെ പോലെ ബേസ് മോഡലാണ് സാംസങ് S25. എൻ്റെ ഫേവറേറ്റ് കോമ്പാക്ട് ഡിസൈനിലെ ഫോൺ. സത്യത്തിൽ പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട S25. ഒന്നാമത് ഇതിൻ്റെ ബസൽസ്, S25 സീരീസിൻ്റെ ഡിസ്പ്ലേൻ്റെ ബസൽസ് എടുത്തൊക്കെ പോകുമ്പോൾ നല്ല തിൻ ബസൽസ്. സത്യത്തിൽ പറഞ്ഞൊരു ആ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി കിട്ടില്ല ക്വാളിറ്റി S25ൻ്റെ ഡിസ്പ്ലേ. പിന്നെ അതിൽ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 888 ചിപ്സെറ്റാണ്. അത് ഈ S24 നമ്മളിങ്ങനെ പറഞ്ഞല്ലോ, അതായത് സ്നാപ്ഡ്രാഗണും ഉണ്ട്, പിന്നെ എന്തുണ്ട് എക്സിനോസ് ഉണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമല്ല. താങ്ക്സ് ടു സാംസങ്ങിൻ്റെ S25 സീരീസിലെ എല്ലാ ഡിവൈസിലും അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ വേരിയൻ്റാണ്. താങ്ക് ഗോഡ്. ഇപ്പോൾ S25 FE എന്ന് പറഞ്ഞാൽ FE എന്ന് പറഞ്ഞ ഫോണിൻ്റെ റിവ്യൂസ് നമ്മൾ ഇനി അടുത്ത വീട്ടിൽ ചെയ്യാം. എല്ലാം പാടെ അതിൽ വിളിക്കില്ല. ഓക്കെ, അപ്പം മനസ്സിൽ S25ൻ്റെ കാര്യം 888 ചിപ്സെറ്റ് ഉണ്ട്. പിന്നെ ഇതിലെ ഓരോ ഡിസൈനും കാര്യങ്ങളും വരുന്ന ഏകദേശം സെയിം തന്നെയാണ്. അതായത് ഇപ്പോൾ S24 S25 നിങ്ങൾ ഒരാളെ കയ്യിൽ കൊടുത്താൽ അയാൾക്ക് ഇതിൽ ഏതാണ് S24 ഏതാണ് S25 എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഓല ബേസ് വേരിൻ്റെ S24 S25ൻ്റെ ഓല ബേസ് വേരിൻ്റെ ഡിസൈൻ സെയിം ആണ്. അത് കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ കരുതും ഇതിലൊരു ഇന്നോവേഷൻ കൊണ്ടുവരാത്ത, ഇതിലൊരു മാറ്റം കൊണ്ടുവരാത്ത നമ്മൾ ചിന്തിക്കും ഈ ഡിസൈനിൽ. സത്യം പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ കമ്പനീസ് തന്നെ എൻ്റെ ആവശ്യമുണ്ട്. ഒരു ചിന്തിക്കണം എങ്ങനെയാണ് ഈ സാംസങ്ങിൻ്റെ ഈ ബേസ് വേരിൻ്റെ ഈ 3 ക്യാമറ സിസ്റ്റം വരുന്ന ഈ ഡിസൈന് പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഓല അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കില്ല. ഓലിനിപ്പോൾ അതിൽ ആപ്പാടെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള കോമ്പണൻസ് അത് ചിലപ്പോൾ നല്ല പ്രൊസസർ വെക്കും, കുറച്ചും പാടെ ക്യാമറ കുറച്ചും പാടെ സ്ലൈറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യും, കുറച്ചും പാടെ AI പരിപാടികളൊക്കെ കൂട്ടും. അങ്ങനെയാണ് ഇപ്പോൾ ഈ സാംസങ് നല്ല എല്ലാ ഫോൺ ബ്രാൻഡ്സും ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. ആൻഡ് ഈ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാംസങ്ങിൻ്റെ. S25ൻ്റെ കൈസ് വരുമ്പോൾ 4000 mAh ബാറ്ററി ഉള്ളത്. നെഗറ്റീവായിട്ടുള്ള കാര്യം വെച്ചാൽ ഇപ്പോഴും ഇതിപ്പോൾ 2025 ഇറങ്ങിയ ഫോണാണ്, ഇത് അക്സെപ്റ്റബിൾ അല്ല കേട്ടോ. ഇതിലും ഒരു 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുള്ളത്. ഇത് മോശമായി പോയി സാംസങ്. അത് നെഗറ്റീവ് സൈഡാണ്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങോ 2025 ആണ് ഈ ഫോൺ ഇറങ്ങുന്നത് ഇങ്ങോട്ട് പോലും. ഇതിൻ്റെ ക്യാമറ സിസ്റ്റം ഞങ്ങൾ പറഞ്ഞല്ലോ, സാധാരണ ബേസ് വേരിൻ്റെ പോലെ തന്നെ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും, പിന്നെ 10 MB ഒരു ടെലഫോട്ടോ ഉള്ളത്. ഇതിൻ്റെ ക്യാമറയിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഐഫോണിൻ്റെ ഫോട്ടോസിനെക്കാളും എനിക്ക് സാംസങ്ങിൻ്റെ ഫോട്ടോ കുറച്ചും കൂടെ ഇഷ്ടമാണ്. അതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തേക്കും. പിന്നെ അതുപോലെ ക്യാമറയിൽ കുറച്ച് എൻഹാൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ 8K വരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. ഈ വീഡിയോ എടുക്കാനാവട്ടെ ഫോട്ടോ എടുക്കാനാവട്ടെ സാംസങ്ങിൻ്റെ ക്യാമറ സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. എനിക്കിഷ്ടമാണ്. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ്. ഞാൻ കുറച്ച് സാമ്പിളും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കാം. എൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞാൽ പേഴ്സണൽ ഒപ്പീനിയൻ. ചില ആൾക്കാർക്ക് ഐഫോണിൻ്റെ ഫോട്ടോസ് കാര്യം കൂടുതൽ ഇഷ്ടം, ഞാനല്ല കുറ്റമൊന്നും പറയാനില്ല. ആൻഡ് ഇവിടെ S24 അൾട്രൻ്റെ വീഡിയോ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ കാരണം 200 മെഗാ പിക്സൽ ഉണ്ടാകുമ്പോൾ. പക്ഷേ ഇവിടെ 50 മെഗാ പിക്സലാണുള്ളത്. അങ്ങനെയാണ് വേണ്ട കാര്യങ്ങൾ. പിന്നെ പറയാനുള്ള വെച്ചാൽ ഇതിനുണ്ട് 7 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഇതെന്നൊക്കെ പറഞ്ഞാൽ ലോങ് ടേമുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു 5 to 6 കൊല്ലമൊക്കെ 5 കൊല്ലമൊക്കെ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്നാപ്ഡ്രാഗൺ 8 ആണുള്ളത്, നല്ല പെർഫോമൻസ്. പിന്നെ സാംസങ് പോലെ ബേസ് വേരിയൻ്റ് തന്നെ S25ൻ്റെ ബേസ് വേരിയൻ്റ് തന്നെ, അത് പ്ലസ് വേരിയൻ്റ് അല്ല, ബേസ് വേരിയൻ്റ് തന്നെ 12GB 256GB ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 63K ആണ്. 63K ഈ സ്നാപ്ഡ്രാഗൺ 888 ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഫോൺ അക്സെപ്റ്റബിൾ ആണ്.
4000 mAh ബാറ്ററി ഹെൽത്ത് പറയുമ്പോൾ 1 day നിങ്ങൾക്ക് നോർമൽ യൂസിനാണെങ്കിൽ കിട്ടും. ഹെവി യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 വട്ടം കിട്ടുന്നുണ്ട്. ഈ ഫോൺസിന് ഇപ്പോൾ സാംസങ്ങിൻ്റെ S-Series ബേസ് മോഡൽ പൊതുവെ വരുന്നതാണ് സ്ക്രീൻ ഓൺ ടൈം, എന്നാൽ 7 to 8 hours ആണ്. S25 കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 day കിട്ടും. പിന്നെ ഇത് കോമ്പാക്ട് സൈസിലില്ല എൻ്റെ ഫേവറേറ്റ് ഫോണാണ് S25. സത്യം പറയാമല്ലോ, കോമ്പാക്ട് സൈസ് കൊണ്ടുവന്നാൽ ഭയങ്കര പവർഫുള്ളാണ്. സ്നാപ്ഡ്രാഗൺ 8 ഈ 8 എന്നൊക്കെ പറഞ്ഞാൽ ഒരു 4 ഗാലക്സി ആണ്, ഒരു ഓവർ ക്ലോക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ വേറെ ഫോൺസിൽ വെച്ചാൽ ഇപ്പോൾ ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 കൊളാബ് ചെയ്യുന്നുണ്ട്, സാംസങ് കൊളാബ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് കൊടുക്കുന്ന 4 ഗാലക്സി ആണ് കുറച്ചും കൂടെ ഓവർ ക്ലോക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. അടിപൊളി പെർഫോമൻസ് എന്തായാലും കിട്ടും. നിങ്ങൾ ഗെയിമിംഗ് ആവട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു പേടി മേടിച്ചില്ല. സ്നാപ്ഡ്രാഗൺ 8 ആണ് ഇരിക്കുന്നത്, അടിപൊളി 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ളത്. ഇവിടെ ഒരു ഐഫോൺ എന്ന സംഭവം ഉണ്ട്. iPhone 13, 14, 15, 60 ഇത്രയും ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 60 Hz കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഊളത്തിലൊന്നും ഇവിടെ സാംസങ് കാണിച്ചിട്ടില്ല. ഇവൻ വല്ല ബേസ് വേരിയൻറ്റിൽ പോലും ഒരു 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ S25 സീരീസിൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ S25 സീരീസിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും അധികം കേൾക്കാനേ ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം, വളരെ റയറാണ്. ബട്ട് ഞാൻ വീണ്ടും പറഞ്ഞു, ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്ന് പറഞ്ഞ പ്രശ്നം ഇപ്പോൾ ആപ്പിൾ ആവട്ടെ സാംസങ് ആവട്ടെ ഫ്യൂച്ചറിൽ വന്നേക്കാം, ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ചിലപ്പോൾ വന്നേക്കാം. ഇപ്പോൾ 1UI 8.5 ചെയ്തപ്പോൾ കുറേ എടുത്തന്മാരുത് S23 ഗ്രീൻ ലൈനും പിടിച്ച് നടക്കണം. ആൻഡ് ഇപ്പോൾ S25 അങ്ങനത്തെ ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് ഫ്യൂച്ചറിൽ വരുമോ ആർക്കറിയാം. നിങ്ങളിപ്പോൾ 3 years വാറണ്ടി കവറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 time ഒരു ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് തരും, അത്ര തന്നെ. അത് നിങ്ങളുടെ ഫോണിന് ഡെൻറ്റും ക്രാക്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് S25+. ഇവിടെ പ്ലസ് സീരീസ് എന്തിനാണ് സാംസങ് കൊണ്ടുവരുന്നത് എല്ലാവർക്കും അറിയാലോ. ഇതിൽ വരുന്നത് 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൽ ഓൾറെഡി 12GB 256 ആണ് ഫോർ ഷുവർ. ഇവിടെ 6.7 ഇഞ്ചിൻ്റെ 120 Hz ഡിസ്പ്ലേ ഉള്ളത്. നല്ല ഇത് അത്യാവശ്യം കോമ്പാക്ട് സൈസ് വരുന്ന ഫോണല്ലത്. വൺ ഹാൻഡിൽ യൂസ് ചെയ്യാനൊക്കെ സുഖിക്കാരം. പക്ഷേ S25 എന്നൊക്കെ പറഞ്ഞാൽ വൺ ഹാൻഡിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഫോണാണ്. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അതിന് കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ചും കൂടെ സൈസ് ഉണ്ടാവും. 6.7 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അവിടെ തന്നെ ബിഗർ ബാറ്ററിയാണ്. ഇവർ പോലെ പ്ലസ് സീരീസിൽ കൊടുക്കുന്ന സെയിം ബാറ്ററി, എന്ത് 4900 mAh ബാറ്ററി, ഡീസൻറ്റ് ബാറ്ററി. അതായത് നിങ്ങൾക്ക് ഒരു ഡേ സുഖമായിട്ട് കിട്ടും, നോ പ്രോബ്ലം. ആൻഡ് ഇതിൻ്റെ ബിഗർ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഗെയിമിംഗ് ഒക്കെ കുറച്ചും കൂടെ നൈസ് ചെയ്യാറ്. പിന്നെ വരുന്ന വെച്ചാൽ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇപ്പോൾ S25 25 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് വരുന്നുണ്ടെങ്കിൽ S25+ വരുന്നത് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. ഇപ്പോൾ ഓരോരുത്തർ പറയും, എടോ 45 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് ഉള്ളൂ, ഇത്ര വലിയ ഫാസ്റ്റ് ചാർജിങ്. ശരിയാണ്, ഞാൻ അവരെ കുറ്റം പറഞ്ഞൊന്നുമില്ല. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന വേറെ ഫോൺസിനൊക്കെ 7 mAh ബാറ്ററി ഉണ്ടാവും, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാവും. ശരിയാണ്, അതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ബെസ്റ്റല്ല. പക്ഷേ നമുക്ക് റിയൽ വേൾഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്യാനൊന്നും പോകില്ല. 4900 mAh ഈ ബാറ്ററി സ്നാപ്ഡ്രാഗൺ 8 എങ്ങനെയാണ് ബാറ്ററി നല്ല രീതിക്ക് മാനേജ് ചെയ്യേണ്ടതും ഹീറ്റിംഗ് കുറക്കേണ്ടതൊക്കെ നല്ല അറിയണ ചിപ്സെറ്റ്. അപ്പോൾ എന്ന് വെച്ചാൽ ആ കാര്യത്തിൽ നമ്മൾ പഠിച്ചത് ആ പ്രൊസർ നല്ലതായിട്ടും കുറച്ചും കൂടെ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് അത്ര മോശമൊന്നുമല്ല. ഒരു 1 to 2 hours നമുക്ക് 0 to 100 കിട്ടും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 68K ആണ്. ഇവിടെ S25 വന്നത് 63K ആണ്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു 5K നിങ്ങളെ കയ്യിൽ എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് S25+ എടുക്കാം. ഇവിടെ കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് സൈസുള്ള ഫോണാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ S25 എടുത്തോ. നിങ്ങൾക്ക് കുറച്ചും പാടെ ബാറ്ററി ബാക്കപ്പ് വേണം, കുറച്ചും പാടെ വലിയ ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ S25+ എടുത്തോ, ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടും. ഇതാണ് ഇവിടെ ഉള്ളത്. പിന്നെ 5K ഇതിൽ കൂടും. അത് നിങ്ങളെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ വിട്ടെന്നിരിക്കുക. അപ്പോൾ ഇതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറയും S25+ ആയിരിക്കും ഞാൻ എടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ 68K ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുക S25+ ആയിരിക്കും. കാരണം വെച്ചാൽ എനിക്ക് ബാറ്ററി ഹെൽത്തും വലിയ ഡിസ്പ്ലേ ഉള്ള ഫോൺസാണ് ഇഷ്ടം. കോമ്പാക്ട് സൈസുള്ള ഫോൺ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ വലിയ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ ഈ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സിമ്പിളായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഫോണാണ് ദ ബീസ്റ്റ് S25 Ultra. ഈ ഫോൺ സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ഒന്നും പറയാനില്ലേ. ഈ ഫോണിൽ 200 MP മെയിൻ ക്യാമറ ആണുള്ളത്. ഇവിടെ 50 MP അൾട്രാ വരുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഇത്രയും കാലം ഒരേ അൾട്രാ വേരിയൻറ്റിൽ പോലും S24 Ultra ആവട്ടെ, S23 Ultra ആവട്ടെ 12 MP അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് അപ്ഗ്രേഡ് വെച്ചാൽ 50 MP അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട്. 10 MP ടെലഫോട്ടോയും കൊടുത്തിട്ടുണ്ട് 3x ഒപ്റ്റിക്കലിൻ്റെ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം. ഇനി ഇതിലും സ്നാപ്ഡ്രാഗൺ 8 തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാലോ, അൾട്രാ വേരിയൻ്റെ ഡിസൈൻ വ്യത്യാസക്കാരം. ടൈറ്റാനിയം ബോഡിയാണുള്ളത്. എൻ്റെ ഏട്ടൻ്റെ കയ്യിലേക്ക് S25 Ultra ഉള്ളത്. എൻ്റെ ആ ഫോൺ ഞാൻ പിടിച്ചൊക്കെപ്പോൾ അതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആ ഫോൺ ഭയങ്കര ഹെവിയാണ്. ഈ iPhone 14 പിടിച്ചിട്ട് അത് പിടിക്കുമ്പോൾ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും സൈസ് ഡിഫറൻസ് ഉണ്ട് തമ്മിൽ. കാരണം അതിന് വരുന്നത് 6.9 ഇഞ്ചിൻ്റെ QHD AMOLED ഡിസ്പ്ലേ വരുന്ന 120 Hz റിഫ്രഷ് കിട്ടില്ല പോലത്തെ ഡിസ്പ്ലേ. അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ടോപ്പിന് വെച്ച ഡിസ്പ്ലേ ആണ് S25 Ultra ഡിസ്പ്ലേ ക്വാളിറ്റി. അതിലൊന്നും എനിക്ക് യാതൊരു തർക്കമില്ല. നല്ല ഡ്യൂറബിളാണ് ഫോൺ.
പിന്നെ ഇൻ ഹാൻഡ് ഫീലൊക്കെ കാര്യങ്ങളൊക്കെ നല്ലത്, പക്ഷേ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഫോണാണ്. ഈ ഫോൺ എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് സൈസ് ഇഷ്ടപ്പെടുന്ന വൺ ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഫോണേ അല്ല. ഇതിപ്പോൾ നിങ്ങൾ ഈ ഫോൺ S25 Ultra നിങ്ങൾ പോക്കറ്റിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ പോക്കറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കും. അത്ര വലിയ സൈസിലുള്ള ഫോണാണിത്. ആദ്യമാണ് 6.9 ഇഞ്ചാണ്. പിന്നെ ഇതിൽ 5000 mAh ബാറ്ററി ഉണ്ട്. ഇതിൽ ഒരു കൊടുത്തുള്ളത് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. ഈ S25 Ultra'യിലൊക്കെ നിങ്ങൾക്കൊരു 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്താൽ എന്താണ് സാംസങ്? ഞാൻ ചോദിക്കുകയാണ്. ഇത്രയും പ്രൈസ് കൊടുക്കണം, കാരണം ഇതിൻ്റെ പ്രൈസ് 98K ആണ്. അപ്പോൾ അതും കൂടെ ചെയ്തു തരാമായിരുന്നു. വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ അധികം കുഴപ്പമൊന്നുമില്ല, കാരണം 7 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. നിങ്ങൾക്കൊരു 2032 വരെ ഇനി പുതിയ ഫോൺ എടുക്കണം എന്നില്ല ഒരു കാര്യങ്ങളെ തലയിലില്ല. ആൻഡ് നിങ്ങൾക്ക് ഇല്ല ബഡ്ജറ്റും ഉണ്ട്, നിങ്ങൾ EMI ഇട്ടൊന്നുമില്ല, ബഡ്ജറ്റും ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് ടു ബി ഫ്രാങ്ക് നമ്മൾ ഓഡിയൻസിൽ ഒരു 80% ഓഫ് ദ ആൾക്കാർക്കും ഈ S25 Ultra ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ പറഞ്ഞാൽ ഹെവി യൂസേഴ്സിനുള്ളതാണ്. ശരിയാണ്, ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് അടിപൊളിയാണ്, വീഡിയോ ക്വാളിറ്റി അടിപൊളിയാണ്, ഒക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ്. S25 Plusൻ്റെ പ്രൈസ് പറഞ്ഞാൽ ഇപ്പോൾ കറൻറ്റ് 68K ആണ്. ആ 68K എന്ന് ഇതിലേക്ക് വരുന്ന പ്രൈസ് ടെമ്പ് എന്ന് പറഞ്ഞാൽ 98K ആണ്. ഞാൻ എന്തുകൊണ്ടാണ് S24 Ultra അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ അണ്ടർ 1 lakhൻ്റെ അടുത്ത് തന്നെ S25 Ultra കിട്ടും. അതുകൊണ്ടാണ് S24 Ultra അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ 98K കൊടുത്താണ്ട് ഈ ഫോൺ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ശരിയാണ്, പെർഫോമൻസ് നല്ലതായിരിക്കും, എല്ലാം നല്ലതായിരിക്കും. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങൾ വലിയൊരു ഗെയിമറാണ്, അങ്ങനെ പർപ്പസിലുള്ള ആൾക്കാർക്ക്, അത്ര ഹെവി യൂസിലെ പർപ്പസിലുള്ള ആൾക്കാർക്കാണ് പിന്നെ ഓക്കെ. അല്ലാതെ വെറുതെ പട്ടിഷോ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഓരോരുത്തർ iPhone 17 Pro Maxും ഇതൊക്കെ എടുക്കണം എന്തിനാണോ? പട്ടിഷോ കാണിക്കുക. നിങ്ങൾ ഇല്ലാത്ത ക്യാഷും കൊടുത്ത് EMI കൊടുത്തിട്ടൊന്നും ഈ ഫോൺ നിങ്ങൾ പൈസക്കാരനാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഹെവി പെർഫോമൻസുള്ള ഈ ഫോൺ വാങ്ങാം. ബട്ട് നമ്മുടെ ഓഡിയൻസിൽ ഒരു 80% ആൾക്കാർക്ക് ഈ ഫോണിൻ്റെ യൂസ് ഇല്ല. S25 Plusോ അല്ലെങ്കിൽ S25ൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഈ ഫോണിന് കുറ്റങ്ങളോ ഓർമ്മകളൊന്നുമില്ല. പിന്നെ S25 സീരീസിന് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ റയറാണ്. ഇപ്പോഴൊന്നും കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല ഗ്രീൻ ലൈൻ ഇഷ്യൂ. ഇനി ഫ്യൂച്ചറിൽ വരുമെന്ന് വെച്ചാൽ അൺപ്രഡിക്റ്റബിൾ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഐഫോണിൻ്റെ ഒക്കെ അവസ്ഥ. ഒരു ഗ്രീൻ ലൈൻ ഫ്യൂച്ചറിൽ വരുമെന്നാണ്. ഓരോരുത്തന്മാർക്ക് ഇവിടെ പോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പേടിയുടെ. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഗ്രീൻ ലൈൻ വരുമെന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ട മുന്നിട്ട് നിങ്ങൾ ഈ സെയിം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത ആൾക്കാരെ വീഡിയോസൊക്കെ കാണും, എന്നിട്ട് മാത്രം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. സാംസങ് S series കിട്ടില്ല ഫോണാണ്, പക്ഷേ ഓല് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഓരോ ആ കൺസ്യൂമേഴ്സിനോടുള്ളൊരു ട്രസ്റ്റ് ഓൾക്ക് പോകും. ആ ഒരിക്കലും സാംസങ് ചെയ്യാൻ പാടില്ല. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ കേസ് OnePlus എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യണത് അതേപോലെ നിങ്ങളെ യൂസേഴ്സിനെയും ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയും. ആസ് എ ക്രിയേറ്റർ ഞാനതാണ് പറയുന്നത്. ലൈഫ് ടൈം റിപ്ലേസ്മെൻറ്റ് തന്നെ. കാരണം ഇത് കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ലൈഫ് ടൈം റിപ്ലേസ്മെൻറ്റ് തരണം. അത് എത്ര ഓൾഡർ വേർഷൻ ആണെങ്കിൽ കൂടെ. അതിപ്പോൾ വാട്ടർ ഡാമേജ് പോലത്തെ കാര്യങ്ങളാണെങ്കിൽ പോട്ടെ, അല്ലാതാണെന്നുണ്ടെങ്കിൽ S25 സീരീസിൻ്റെ കാര്യം വെച്ചാൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ റയറാണ്. ഇപ്പോൾ എടുത്ത സത്യം പറഞ്ഞാൽ സേഫ് ആണെന്ന് തന്നെ പറയാം. S25 സീരീസിലൊന്നും ഗ്രീൻ ലൈൻ ഇഷ്യൂ തീരെയില്ല. പക്ഷേ ഇനി അത് പറ്റ വന്നു കഴിഞ്ഞാൽ ആ 3 year ടൈം പീരീഡിലാണെന്നുണ്ടെങ്കിൽ 1 time റിപ്ലേസ്മെൻറ്റും കിട്ടും. എൻ്റെ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ വരുമോ അതിന് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഏതെങ്കിലും ഒരു 1 year അപ്ഡേറ്റിൽ വരുമോ വെച്ചാൽ അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ളതാണ് സത്യം. ഇതൊക്കെ പാടെ എനിക്ക് പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഓരോരുത്തർക്ക് ഈ ഗ്രീൻ ലൈൻ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് എടുത്തു പറയുമ്പോൾ ഓരോരുത്തർക്ക് ദേഷ്യമായിരിക്കും. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ശരിയാണ്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഗ്രീൻ ലൈൻ ഇല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ആ ഗ്രീൻ ലൈൻ വന്നു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആൻഡ് ഈ 3 year ടൈമിലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേക്ക് ഫുൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. വിച്ച് 10,000-20,000 ഒരു സാംസങ്ങിൻ്റെ എമൗണ്ട് ഡിസ്പ്ലേക്ക്. സാംസങ്ങിൻ്റെ ഫോണിൻ്റെ കോമ്പോണൻസിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള സാധനമാണ് എൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അത്ര ക്വാളിറ്റിയാണ്, അത്ര എക്സ്പെൻസീവാണ്. നല്ല സത്യം മനസ്സിലാക്കുക. ഓക്കെ, S25 Ultra ഹെവി യൂസേഴ്സിന് എടുക്കുക, നല്ല ഫോണാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് S26 സീരീസ്. S26 സീരീസിലെ ഞാൻ പറയും S26 സീരീസിനെ നിങ്ങൾ ഈ 2026 അവോയ്ഡ് ചെയ്യണം. ആ ഫോൺ നല്ല പെർഫോമൻസ് ഇല്ലായിട്ടോ ആ ഫോൺ മോശമായിട്ടോ അല്ല ഞാനിത് പറയണത്. പക്ഷേ ഞാൻ അങ്ങനെ പറയാനുള്ള കറക്റ്റ് റീസൺ വെച്ചാൽ ഈ ഫോൺസ് ഫുൾ ഓവർ പ്രൈസ്ഡാണ്. S26ൻ്റെ പ്രൈസ് 77K ആൻഡ് അവരുടെ S25ൻ്റെ പ്രൈസോ 63K. ഇവിടെ S26 Plusൻ്റെ പ്രൈസ് 95K. അത്രയും വലിയ പ്രൈസ് ആ ഹൈപ്പിനൊന്നും ഇല്ലത് എന്ത് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്? S26 Plus S25 Plusന് വരുന്നത് 68K, S26 Plusന് വരുന്നത് 95K. അത്രയും വലിയ പ്രൈസ് ഹൈക്കിലുള്ള സാധനം ഈ S26 Plus കറൻറ്റ്ലി ഇല്ല. 95K വെറുത്തല്ല. S26 Ultra 1,30,000 വരുന്നത്. നിങ്ങൾ ഭയങ്കര പൈസൻ്റെ ഭയങ്കര ക്യാപിറ്റലാണെന്നുണ്ടെങ്കിൽ എടുത്തോ. ഞാൻ ആർക്കും എൻ്റെ ഓഡിയൻസിന് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നില്ല 2026. S25 Ultra ഈസ് മോർ ദാൻ ഇനഫ്. അണ്ടർ 1 lakh കിട്ടും ചെയ്യും. ആൻഡ് ഈ S25 Ultra S26 Ultra തമ്മിൽ വലിയ വ്യത്യാസമില്ല.
പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ S26 അൾട്രൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡ് എടുത്തുകൊണ്ടെന്നുണ്ടെങ്കിൽ ഈ S26ൻ്റെ അൾട്രാ വേരിയൻറ്റ് മാത്രമല്ല പ്രൈവസി ഡിസ്പ്ലേ ആയിട്ടുള്ള പുതിയൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, അതിപ്പോൾ വെച്ചാൽ നമ്മൾ ഡിസ്പ്ലേൻ്റെ നേരെ നോക്കുന്ന സമയത്തിൽ ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ട്രെയിനിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ സൈഡിൽ നോക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഡിസ്പ്ലേയിലെ കാര്യങ്ങളും കാണാൻ കഴിയില്ല. അത് പ്രൈവസിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ഫീച്ചർ തന്നെയാണ്. ഓക്കെ, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എനേബിളും ഡിസേബിളും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു ഇങ്ങനെ വളരെ കുറച്ച് ഫീച്ചേഴ്സ് അതിൽ എക്സ്ട്രാ ഉള്ളൂ. പിന്നെ വെച്ചാൽ ബേസ് വേരിയൻറ്റ് S26ൻ്റെ ബേസ് വേരിയൻറ്റിന് 4300 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ ഇവിടെ ഉള്ളൂ. പിന്നെ AI കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളും കൂട്ടി. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് S26 സീരീസിൽ വർക്ക് ചെയ്യണം ഒട്ടുമിക്ക എല്ലാ AI പരിപാടികളും കാര്യങ്ങളും S25 സീരീസ് തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും പ്രൈസ് കൊടുക്കണം? ഈ 12GB 256GB റാമാണ് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നില്ല, അത് S25 അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് പോകണം? ശരിയാണ്, S26 16GB റാം വരുന്ന വേരിയൻറ്റ്സ് ഉണ്ട്, അതിനനുസരിച്ച് അതിന് പ്രൈസും കൂടുതലാണ്. പിന്നെ ഇതിന് നെഗറ്റീവായിട്ടുള്ള കാര്യം S26 സീരീസ് അവിടെയാണ് കാണിച്ചാൽ നമ്മൾ ഇന്ത്യൻ വേരിയൻറ്റ്സ് S26 ഇന്ത്യൻ വേരിയൻറ്റ്സിൽ സ്നാപ്ഡ്രാഗൺ ഇല്ല, എക്സിനോസിൻ്റെ മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച്, അത് ഇതിൻ്റെ പ്രൈസ് 77K ആണ്, ഇങ്ങോട്ട് സ്റ്റിൽ എക്സിനോസ് ആണ്. ഞാൻ ഇതിന് കുഴപ്പമെന്നല്ല പറയണേ. അപ്പുറത്തെ സ്നാപ്ഡ്രാഗണിൻ്റെ 808 വെറും 63K S25 കൊടുക്കുമ്പോൾ എന്തിന് S26 എക്സിനോസ് 2600 77K കൊടുത്ത് പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ലോജിക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ S26 നിങ്ങൾക്ക് പരിഗണിക്കാം. എപ്പോഴറിയാം, ഒരു 2028 കാണുന്ന സമയത്ത് ഈ ഫോൺസിന് ഇത് S25 പോലെ അത്രയും പ്രൈസ് ഡ്രോപ്പ് വരും. ആ ടൈമിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്ലവർ ആയിട്ടുള്ള ആൾക്കാർ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഓൾഡ് ഫ്ലാഗ്ഷിപ്പ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓൾക്ക് കാരണം എന്താ വെച്ചാൽ പ്രൈസ് കുറഞ്ഞ് കിട്ടും ചെയ്യും, എന്നാൽ ഈ AI പരിപാടികളൊക്കെ കിട്ടും ചെയ്യും. ഇപ്പോൾ ഈ AI പരിപാടികൾ S24 S25 സാംസങ്ങിൻ്റെ ഗാലക്സി AI എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. 12GB റാമിൽ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്യൂച്ചർ പ്രൂഫ് ആയിരിക്കും. ഇപ്പോൾ S24 മാത്രമാണ് ഇവിടെ 12GB റാമില്ല, അത് 8GB റാമില്ലത്. അതുപോലെ 12GB റാമിൻ്റെ വേരിയൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. 256GB എന്നുള്ളത് മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് കരയും, സ്റ്റോറേജ് ഇല്ല കരയും. മനസ്സിലായല്ലോ. എൻ്റെ S26 ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എൻ്റെ S25 സീരീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ചേഞ്ചുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. S26 സീരീസ് തൽക്കാലം 2026 സ്കിപ്പ് ചെയ്യും, എക്സ്പെൻസീവ് ആയിട്ടാണ്, അതിൻ്റെ ഓവർ പ്രൈസിങ് ആണ് ഇപ്പോൾ ഉള്ളത്. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നതിന് മനസ്സിലായി തോന്നുന്നു നിങ്ങൾക്ക് ഏതൊക്കെ സീരീസ് ആണ് ഇപ്പോൾ 2026 എടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് S സീരീസിലുള്ളത് ഏതാണെന്ന്. ക്യാമറ പെർഫോമൻസ് ആവട്ടെ, ബാറ്ററി ഹെൽത്ത് ആവട്ടെ കാര്യങ്ങൾ മനസ്സിലാവുന്നതിന്. S സീരീസിൻ്റെ ബേസ് വേരിയൻ്റ് വരുന്ന ഒരു സ്ക്രീൻ ഓൺ ടൈം പറഞ്ഞാൽ ഒരു 7 to 8 hours ആണ്. ആൻഡ് പ്ലസ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ബാറ്ററി ഹെൽത്ത് കിട്ടും, നല്ല പെർഫോമൻസ് സേവ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അൾട്രാ വേരിയൻ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇത്രയും വീട്ടിൽ പറയാനുള്ളത്. ഗ്രീൻ ലൈൻ ഇഷ്യൂം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ കണ്ടും നോക്കി ചെയ്യുക. അതിപ്പോൾ ആപ്പിൾ ആവട്ടെ സാംസങ് ആവട്ടെ. ആൻഡ് OnePlus Key J, OnePlusൽ ഫുൾ സപ്പോർട്ട്. ഓല അങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നുകൊണ്ട് ഓല ബ്രാൻഡിലെ ഏതൊരു ഫോണിനും ഡിസ്പ്ലേ കംപ്ലീറ്റ് നല്ലൊരു ശരിയാക്കുന്നു പറഞ്ഞുകൊണ്ട് ഹ്യൂജ് താങ്ക്സ്. ഓക്കെ, അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതും അത്രയാണ്. പിന്നെ നെക്സ്റ്റ് വീഡിയോ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ പിക്സലിൻ്റെ ചെയ്യാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോണിൻ്റെ ചെയ്യുക. ഇതേപോലെ ഇപ്പോൾ ഐഫോണിൻ്റെ വീഡിയോ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ വേണം പറഞ്ഞോണ്ടാ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും എന്നൊക്കെ ചെയ്ത് വെക്കടോ. കാരണം വെച്ചാൽ ഹൈപ്പൊക്കെ ചെയ്യുക. കാരണം വെച്ചാൽ നമ്മുടെ ചാനൽ കുറച്ചും കൂടെ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ തന്നെ കാണിച്ച് കണ്ട് റിവ്യൂ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഗെയിമിംഗ് ലാപ്പോ ഫോൺസോ എന്തുകൊണ്ടും ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ദിവസം ഇങ്ങനെ കാണാം. ഏത് ഫോൺ എടുക്കണം, സീരീസിൻ്റെ ഏത് ഫോൺ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഓക്കെ, ശരി.